വിശേഷം സിനിമയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂരജ് ടോം എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ പാവ സിനിമയിൽ ഞാൻ ആർട്ട് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിചയമാണ് വിശേഷം സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. വളരെ വർഷങ്ങൾ ഉള്ള സൗഹൃദം അദ്ദേഹമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വിശേഷം സിനിമയുടെ അസോസിയേറ്റ് ഹസൻ അന്ന് പാവ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ട്. അപ്പോൾ അത്രയും അടുത്ത പരിചയമുള്ള രണ്ട് ആളുകളോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട്. സൂരജ് ഭായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഡയറക്ടർമാരിൽ നിന്ന് പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത പറയാൻ നമ്മളെ കൂടുതൽ ടെൻഷനാക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം പുള്ളി ഉണ്ടാക്കിയത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ ലൊക്കേഷൻ അന്വേഷിച്ചിറങ്ങിയ ഒരു സമയമാണ്. ആ ലൊക്കേഷൻ ഹണ്ട് ഭയങ്കര രസകരമായിരുന്നു. ഹസൻ, സാഗരേട്ടൻ, സൂരജ് ഭായ്, ആനന്ദ് ഭായ്, നമ്മുടെ നായകൻ ഉൾപ്പെടെ ലൊക്കേഷൻ കാണാൻ പോകുന്ന ആദ്യത്തെ അനുഭവമാണ് എന്നെ സംബന്ധിച്ച്. ഒരു സിനിമയിലെ നായകൻ കൂടി ലൊക്കേഷൻ കാണാൻ വരിക, അത് രസമുള്ളൊരു അനുഭവമാണ്. അതുകൂടാതെ നമ്മൾ ഈ ലൊക്കേഷൻ അന്വേഷിച്ച് നടക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ചില, അതായത് ഇപ്പോൾ ഷിജുവിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലങ്ങൾ, ആ വീട് കണ്ടെത്തുന്നത് വളരെ യാദൃശ്യമായിട്ടാണ്. നമ്മൾ ഡയറക്ടർ തന്നെയാണ് പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തിയതാ റിവേഴ്സ് പിടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നു. നമ്മൾ ആ വീട്ടിലേക്ക് കയറുന്നു. ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഒരു നിർദ്ദേശം തന്നായിരുന്നു. നിർദ്ദേശം എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല, ഭയങ്കര രസമുള്ള ഡയലോഗാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും ആ പറഞ്ഞത് വലിയ തെറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും ഭയങ്കര രസകരമായിട്ട് നമ്മൾ ഭയങ്കര ജോളിയായിട്ട് നമ്മുടെ കഥയ്ക്ക് അനുസൃതമായ ഒരു വീട് സെറ്റ് ചെയ്യാൻ നമുക്കവിടെ സാധിച്ചു. ഭയങ്കര മനോഹരമായിട്ട് വളരെ സന്തോഷകരമാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ടൂർ പോകുന്ന ഫീലായിരുന്നു ഈ സിനിമ. കാരണം സാഗരേട്ടൻ, സൂരജ് ഭായ്, പിന്നെ എൻ്റെ ക്രൂ എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി വർക്ക് ചെയ്ത് തീർത്തിയൊരു സിനിമയാണ് വിശേഷം. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് കൂടുതൽ പറയാമോ എന്നെനിക്കറിയില്ല, ഡയറക്ടർ ആരൊക്കെ എത്രത്തോളം പറയാം എന്നെനിക്കറിയില്ല. എങ്കിലും ശരിക്കും ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് ഇത്രയും രസകരമായി പൊട്ടിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഭീരമായ ഒരു കുടുംബകഥ നർമ്മത്തിൽ ചാലിച്ച് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി വിധി എഴുതേണ്ടത് പ്രേക്ഷകരാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കഥ ഇത് ത്രെഡ് ആദ്യം സൂരജ് ഭായ് പറയുന്നു, അതിനുശേഷം ആനന്ദ് ഈ കഥ എന്നെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുക. സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ എനിക്കറിയില്ല അതുവരെ ആനന്ദാണ് ഈ സിനിമയിൽ നായകനായി അഭിനയിക്കാൻ പോകുന്നതെന്ന്. അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് ഓരോ സീനും അഭിനയിച്ച് കാണിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറേ സീൻസ് കഴിഞ്ഞ് ഇൻട്രോയിൽ വരുന്നു. ഇൻട്രോയിൽ ബ്ലോക്കിൽ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ചെയ്യരുതോ ഈ വേഷം, നിങ്ങൾ കറക്റ്റായിരിക്കും, ആപ്റ്റായിരിക്കുന്നു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ വേഷം ചെയ്തത്. അത് തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ ഒരു കേൾവിക്കാരനുള്ള രീതിയിൽ എനിക്ക് തോന്നിയ അതേ ഒരു ഫീല് നിങ്ങൾക്ക് തിയേറ്ററിൽ വരുമ്പോൾ വേറെ ഏത് ഒരു ആക്ടറെ വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ കഥാപാത്രത്തെ അത്ര മനോഹരമായി ഒരു പുതുമുഖത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളില്ലാതെ ആനന്ദ് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഏതൊരു സിനിമയും പോലെ കലാസംവിധാനത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു സിനിമ തന്നെയാണ് വിശേഷം. വിശേഷത്തിൻ്റെ ഓരോ ഫ്രെയിമും അതിൻ്റെ ക്യാമറമാൻ സാഗരേട്ടന് വളരെ കൃത്യമായ ധാരണയിലാണ് അദ്ദേഹം ഓരോ ഫ്രെയിമിനെ കുറിച്ച് സംസാരിക്കുന്നത്. കളർ പാറ്റേണും നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടികളാണെങ്കിലും കോസ്റ്റ്യൂമാണെങ്കിലും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ഡയറക്ടർ നമ്മൾ നേരത്തെ തന്നെ സൂരജ് ഭായ് പറഞ്ഞൊരു കാര്യമുണ്ട്, സാധാരണ ഏതെങ്കിലും ഒരു കളർ പാലറ്റ് പിടിച്ച് പോകണ്ട ഈ സിനിമ. കാരണം അങ്ങനെയാണ് ഈ സിനിമയുടെ കളർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക ഒരു പാലറ്റ് പിടിച്ചിട്ടൊന്നുമല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അതുകൂടാതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ നമ്മുടെ നായക കഥാപാത്രം ആനന്ദ് ചെയ്യുന്ന ഷിജു എന്ന ക്യാരക്ടറിൻ്റെ വീട്, ആ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാവരും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്ര മനോഹരമായി നമ്മുടെ സഹപ്രവർത്തകർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷിജുവിൻ്റെ കൃഷിയിടങ്ങളൊക്കെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തയ്യാർ ചെയ്തെടുത്താണ്. അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഷിജുവിൻ്റെ കഥാപാത്രമാണെങ്കിലും
നമ്മുടെ നായിക കഥാപാത്രം, നായികയുടെ വീടാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു സ്വാഭാവികത നിലനിർത്തി തന്നെ ചെയ്യുവാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആർട്ട് ചെയ്തു എന്നൊരു തോന്നൽ ഒരുപാട് പ്രോപ്പർട്ടികൾ ഉപയോഗിക്കാതെ തന്നെ വളരെ നാച്ചുറലായി ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ കാണുന്ന പ്രേക്ഷകരാണ് അത് വിലയിരുത്തേണ്ടത്. എന്തായാലും വിശേഷം സിനിമയുടെ വലിയ ഒരു സക്സസ് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.